ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറേയധികം ബൊഗൻവില്ല പ്ലാന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയ റേറ്റ് മുതലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത്. DTDC കൊറിയർ സർവീസ് വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് ചെയ്ത് 10 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നതാണ്. സാധാരണ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ബൊഗൻവില്ല നമ്മൾ അയക്കുമ്പോൾ ഒരുപാട് പോട്ടി മിക്സ് കളയാറില്ല. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും പ്ലാന്റ്സിന്. അപ്പോൾ കൊറിയർ ചാർജിലും അതനുസരിച്ച് വ്യത്യാസമുണ്ട്. ഒരുപാട് മണ്ണ് കളഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് നിങ്ങൾക്ക് പിടിച്ച് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അധികം പോട്ടി മിക്സ് കളയാതെ ആയിരിക്കും നമ്മൾ അയക്കുക. പ്ലാന്റ്സ് കിട്ടിയിട്ടുള്ളവർക്കറിയാം നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ്സ് പാക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ നമ്മൾ പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതായിരിക്കും വാട്സപ്പിൽ തന്നെ. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ട്രാക്ക് ചെയ്ത് പ്ലാന്റ്സ് വാങ്ങാൻ ശ്രമിക്കുക. കേരളത്തിനുള്ളിൽ മാക്സിമം 2 ദിവസം അതിനുള്ളിൽ എല്ലാവർക്കും പ്ലാന്റ്സ് കിട്ടിയിരിക്കും. അപ്പോൾ ട്രാക്ക് ചെയ്ത് വേഗം തന്നെ പ്ലാന്റ്സ് വാങ്ങാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. ഫ്ലവർ ആവുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ട് പിന്നീടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടൊന്ന് മെസ്സേജ് ചെയ്യുക. പ്ലാന്റ്സ് എല്ലാം സ്റ്റോക്ക് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ബ്ലഡ് റെഡ് അല്ലെങ്കിൽ സിൽക്കി റെഡ് എന്ന വെറൈറ്റിയാണ്. ഇതാണ് പൂക്കൾ. വിരിയുന്ന സമയത്ത് ഇതുപോലെ നല്ല ഡാർക്ക് റെഡ് കളറായിരിക്കും. ഇതാണ് പൂക്കൾ. അതുപോലെ പൂക്കൾ ഫെയ്ഡ് ആയി കഴിയുമ്പോൾ ഒരു മജന്ത കളറിലേക്ക് മാറും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതുപോലെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. പൂക്കളിൽ നമുക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല. കാരണം നമുക്ക് പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ പൂക്കൾ കൊഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും പ്ലാന്റ് സൈസ് ഇത് തന്നെ ആയിരിക്കും. ദയവ് ചെയ്ത് ആരും വാട്സപ്പിൽ വന്ന് പ്ലാന്റ് സൈസ് വീണ്ടും ചോദിക്കരുത്. പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പൂക്കൾ ഒരു പക്ഷേ കൊഴിഞ്ഞാലും ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. റേറ്റ് വരിക 300 രൂപയാണ്. അടുത്ത പ്ലാന്റ് പൂന വൈറ്റ് ആണ്. പൂന വൈറ്റിൻ്റെ പ്ലാന്റ് സൈസ് ഇതാ കണ്ടോളൂ. ഈ ഒരു വലുപ്പമേ പ്ലാന്റ്സിന് ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് പൂന വൈറ്റ്. ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതിന് 220 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് SP സിംഗ് വയലറ്റ് ആണ്. പൂന വൈറ്റ് പോലെ തന്നെയാണ് പൂക്കൾ നിൽക്കുക. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിനും റേറ്റ് വരിക 220 രൂപയാണ്. അടുത്ത വെറൈറ്റി വരിക സ്നോ പിങ്ക് ആണ്. ലീഫിൽ ഇതുപോലെ പുള്ളിപ്പുള്ളികളുള്ള ഒരു വെറൈറ്റിയാണ്. അതുപോലെ നല്ല ബ്രൈറ്റ് പിങ്ക് കളറായിരിക്കും പൂക്കൾക്ക് വരിക. പ്ലാന്റ് സൈസ് ഇത് തന്നെ ആയിരിക്കും. 250 രൂപയാണ് ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് വരിക. അടുത്ത വെറൈറ്റി വരിക ചില്ലി ഓറഞ്ച് ആണ്. ചില്ലി ഓറഞ്ചിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടോളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതുപോലെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുക. ചില്ലി ഓറഞ്ചിന് 300 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് ചില്ലി റെഡ് ആണ്. ചില്ലി റെഡിൻ്റെയും പ്ലാന്റ് സൈസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതാണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് വരിക. അപ്പോൾ ഇതുപോലെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. ഇതിനും 300 രൂപയായിരിക്കും റേറ്റ് വരിക. ഇത് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് സ്റ്റോക്കില്ല. വളരെ കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക. അടുത്ത വെറൈറ്റി വരിക ടോർച്ച് ബട്ടർഫ്ലൈ ആണ്. ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇത് പൂക്കളും ചെറുതാണ്. അതുപോലെ തന്നെ ഇലകളും വളരെ ചെറുതാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 250 രൂപയാണ് ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഓറഞ്ച് മഷൂരിയാണ്. ഓറഞ്ച് മഷൂരിയുടെ പൂക്കളായ ഇതുപോലെ വേരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് മഷൂരി. പൂക്കൾക്ക് ഈ ഒരു കളറായിരിക്കും. ഒരു പീച്ച് കലർന്ന ഓറഞ്ച് കളറായിരിക്കും വരിക. 300 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരിക ഗ്രീൻ ആപ്പിൾ ആണ്. ഗ്രീൻ ആപ്പിളിൻ്റെ പൂക്കൾ വിരിഞ്ഞു വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്രീൻ കളർ, ഒരു ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും പൂക്കൾക്ക്. അതുപോലെ സ്റ്റെമ്മ് നല്ല കട്ടിയുള്ള ഒരു വെറൈറ്റിയാണിത്. 250 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക മഹാര വൈറ്റ് ആണ്. മഹാരയുടെ ഒരു 2-3 വെറൈറ്റി നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഇത് വൈറ്റ് കളറാണ് പൂക്കൾക്ക് വരിക. ഇതാണ് പ്ലാന്റ് സൈസ്. 150 രൂപയായിരിക്കും ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക റൂബി റെഡ് ആണ്. റൂബി റെഡിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടോളൂ. നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ്. നിറയെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് 8 ഇഞ്ച് പോട്ടിലാണ് നമുക്ക് പ്ലാന്റ് വരുന്നത്.
ഇതാണ് റൂബി റെഡിൻ്റെ പൂക്കൾ. നല്ല ബീട്രൂട്ട് കളറായിരിക്കും പൂക്കൾക്ക് വരിക. പ്ലാന്റ് സൈസ് കണ്ടോളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 500 രൂപയായിരിക്കും റേറ്റ് വരിക. ഇനി റൂബി റെഡിൻ്റെ തന്നെ അല്പം കൂടി ചെറിയ സൈസിൽ വരുന്ന പ്ലാന്റാണിത്. പൂക്കളായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 320 രൂപയാണ് റേറ്റ് വരിക. ഫ്ലെയിം റെഡും നമുക്ക് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ്. ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ്. പൂക്കളായി തുടങ്ങിയിട്ടേ ഉള്ളൂ പ്ലാന്റ്സിൽ. ഇതിന് 320 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക സിൽവർ ക്യൂൻ അല്ലെങ്കിൽ സിൽവർ പിങ്ക് എന്നും പറയും. വിരിയുന്ന സമയത്ത് നല്ല വൈറ്റ് കളറും പിന്നീട് അതൊരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് പൂക്കൾ ചേഞ്ച് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 400 രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത വെറൈറ്റി വരിക ഹവായ് പർപ്പിൾ ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ചെറിയൊരു വെരിഗേഷനോട് കൂടി വരുന്ന ലീഫാണ്. അപ്പോൾ പ്ലാന്റ് സൈസ് കണ്ടല്ലോ, ഒരുപാട് വലുപ്പമുള്ള പ്ലാന്റ് അല്ല. ഈ കാണുന്ന സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടാവുക. പൂക്കൾ ഒരു പക്ഷേ കൊഴിഞ്ഞിട്ടുണ്ടാകും, കാരണം പൂക്കൾ മിക്കതും ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനും റേറ്റ് വരിക 400 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് ഒരു മഹാര വെറൈറ്റിയാണ്. ഇതുപോലെ ഓറഞ്ച് കളറിൽ കട്ട പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിനും 150 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് മഹാരയുടെ തന്നെ വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇലകളിൽ ഇതുപോലെ പുള്ളികളുണ്ടാവും. ഈ ഒരു കളർ മാത്രമേ നമുക്ക് വേരിഗേറ്റഡിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. 320 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ലാവൻഡർ ആണ്. നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക് വരിക. അതുപോലെ ലീഫ് കണ്ടോ, നല്ല ഗ്ലേസിങ്ങോട് കൂടിയ ലീഫാണ്. ഷേപ്പിലും ഒക്കെ വ്യത്യാസമുള്ള ഇലകളാണ് ഈ ഒരു വെറൈറ്റിയിൽ വരിക. ഇതാണ് പ്ലാന്റ് സൈസ്. നമ്മൾ മുൻപ് ഒരു തവണ ഈ ഒരു പ്ലാന്റ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 270 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഡോക്ടർ റാവു പിങ്ക് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. പൂക്കളായി തുടങ്ങിയ ഈ കാണുന്ന വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. 220 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റി വരിക ഓറഞ്ച് ബട്ടർഫ്ലൈ ആണ്. വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് ബട്ടർഫ്ലൈ. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 320 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത വെറൈറ്റി ജാക്കിറാന പീച്ച് ആണ്. ഇതാണ് ജാക്കിറാന പ്ലാന്റ്. ഒരുപാട് ഓർഡർ കഴിഞ്ഞ തവണ നമുക്ക് വന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിന് 150 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് തിമ്മ പിങ്ക് ആണ്. പൂക്കളും അതുപോലെ ഇലകളും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് തിമ്മ. വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 180 രൂപയായിരിക്കും ഈ പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് വരിക ഡബിൾ കളറിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് പൂക്കൾ. നല്ല ഭംഗിയാണ്. ഒരു പിങ്കും വൈറ്റൂടെ ചേർന്നാണ് പൂക്കളിൽ വരിക. 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് പിങ്ക് ബ്യൂട്ടി ആണ്. ഇതുപോലെ നല്ല ബഞ്ചായിട്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ബ്യൂട്ടി. ഇതേ കളറിൽ നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിന് 230 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ സെയിലിന് കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ആണിത്. കുറേ പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ്. ഇതിന് 150 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക മൊണാലിസ റെഡിൻ്റെ സ്മോൾ സൈസ് പ്ലാന്റ് ആണ്. 160 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ചില്ലി യെല്ലോ ആണ്. ചില്ലി യെല്ലോയുടെ കവർ സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 240 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ചില്ലി പിങ്കിൻ്റെ കവർ സൈസ് പ്ലാന്റ് ആണ്. ചില്ലി പിങ്ക് ആണിത്. ഇതിനും 240 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക കയാട്ട പീച്ചാണ്. കയാട്ടയുടെ പ്ലാന്റ് സൈസ് ഇതാ കണ്ടോളൂ. പൂക്കൾ മിക്ക പ്ലാന്റ്സിലും കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പ്ലാന്റ് സൈസ് വരിക ഇതേ സൈസ് പ്ലാന്റ് ആണ്.
380 രൂപയാണ് കയാട്ടയുടെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഫയറോപ്പാലാണ്. ഫയറോപ്പാലിൻ്റെ നല്ല വലുപ്പമുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനുള്ളത്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഫയറോപ്പാൽ വെറൈറ്റി. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 400 രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ഡോൾഫിൻ റെഡ് ആണ്. തിങ്ങി നിറഞ്ഞ ഇലകളോട് കൂടി ഒരു വെറൈറ്റിയാണ് ഡോൾഫിൻ റെഡ്. വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 350 രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത വെറൈറ്റി വരിക സിംഗപ്പൂർ പിങ്ക് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് സിംഗപ്പൂർ പിങ്കിൻ്റെ പൂക്കൾക്ക് വരിക. അതുപോലെ നല്ല വലുപ്പമുള്ള പൂക്കളാണ്. ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. 300 രൂപയാണ് സിംഗപ്പൂർ പിങ്കിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് വരിക പിങ്ക് ബട്ടർഫ്ലൈ ആണ്. ഇതാണ് പൂക്കൾ. നല്ല ഡാർക്ക് മജന്ത കളർ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ബട്ടർഫ്ലൈ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതുപോലെ വേരിഗേറ്റഡ് ലീഫിൽ വരുന്ന ഒരു പ്ലാന്റ് ആണിത്. 280 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത വെറൈറ്റി ടാങ്ലോങ് വെറൈറ്റിയാണ്. ടാങ്ലോങ് പീച്ച് ആണ് ആദ്യത്തേത്. ഇതാണ് പൂക്കൾ. ഒരുപാട് വിരിയാത്ത പൂക്കളാണ് ടാങ്ലോങ് വെറൈറ്റി. ഇതാണ് പൂക്കൾ വരിക. 350 രൂപയായിരിക്കും ഈ ഒരു വെറൈറ്റിയുടെ റേറ്റ് വരിക. അടുത്തത് ടാങ്ലോങ് ട്വിസ്റ്റർ റെഡ് ആണ്. നല്ല ഡാർക്ക് റെഡ് കളർ പൂക്കൾ തരുന്ന ഒരു ടാങ്ലോങ് വെറൈറ്റിയാണ്. ഇതിന് 350 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക 3 സ്റ്റാർ ആണ്. ഇതാണ് സ്റ്റാർ പോലെയാണ് പൂക്കൾ നിൽക്കുക. ഇതുപോലെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് കണ്ടോളൂ. ഈ കാണുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതിന് 650 രൂപയാണ് റേറ്റ് വരിക. ഒരുപാട് പ്ലാന്റ് നമുക്കിത് സ്റ്റോക്കില്ല. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ചോദിച്ചോളുക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരിക ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതുപോലെ പർപ്പിൾ കളറ് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 170 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് ഈ കാണുന്ന ഒരു ലാവൻഡർ കളറ് പൂക്കൾ തരുന്ന വെറൈറ്റി. ഇത് ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ സെയിലിന് കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ആണ്. 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഈ കാണുന്ന പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതുപോലെ ഒരു ഡബിൾ കളറിലാണ് പൂക്കൾ വരിക. വിരിയുന്ന സമയത്ത് ഒരു വൈറ്റും അതുപോലെ ഒരു ഡാർക്ക് മജന്ത കളറുമാണ് പൂക്കൾക്ക്. വിരിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ പൂക്കൾ. ഇതിന് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഇതുപോലെ യെല്ലോ കളറ് ഫ്ലവർ തരുന്ന ഒരു ഓർഡിനറി വെറൈറ്റിയാണ്. ഇതാണ് പൂക്കൾ. നിറയെ പൂക്കൾ തരുന്ന നല്ല ഡാർക്ക് യെല്ലോ കളറാണ് പൂക്കൾക്ക് വരിക. ഇതേ സൈസിലുള്ള പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ഈ ഒരു മജന്ത കളറ് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും പോട്ട് സൈസിലുള്ള പ്ലാന്റ് ആണ്. 150 രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരിക. അടുത്ത ഒരു വെറൈറ്റി ഇതാണ്. നല്ല ബ്രൈറ്റ് പിങ്ക് കളറ് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിനും റേറ്റ് വരിക 150 രൂപയാണ്. അടുത്തത് വരിക ഈ ഒരു മജന്തയും അതുപോലെ ഒരു പർപ്പിൾ കളറൂടെ ചേർന്ന് പൂക്കളിൽ വരുന്ന അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് 100 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് നമ്മുടെ ഓർഡിനറി വൈറ്റ് കളറാണ്. ഇതാണ് പൂക്കൾ. ഇതുപോലെ പൂക്കളായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. ഇതിനും 100 രൂപയായിരിക്കും റേറ്റ് വരിക. അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ എല്ലാവരും കണ്ടല്ലോ. ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ് ആവശ്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് ചെയ്തോളൂ. അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ചും വീഡിയോസിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും ഒക്കെയുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മൾ ഫെബ്രുവരിയിലെ വിന്നറെ സെലക്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വീഡിയോയിൽ വിന്നറെ സെലക്ട് ചെയ്ത് അറിയിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ പ്ലാൻസിന് ഓർഡർ ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് കോൾ ചെയ്യരുത്. നമുക്ക് പാക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ കോൾസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമുള്ള മെസ്സേജസ് നോക്കി എല്ലാ മെസ്സേജസിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ദയവ് ചെയ്ത് കോൾ ചെയ്യരുത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്നും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക.
പ്ലാന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ടാറ്റാ.